കപ്പ ഇടിച്ച് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം ഇങ്ങനെ ആ സ്റ്റീം ഒരു പുക നമ്മുടെ പുക എന്ന് പറഞ്ഞാൽ ആ ഒരു ആവി നമ്മുടെ മോട്ടിക്കായിരിക്കും. നല്ല കപ്പയാണ് ചേച്ചി. ഞാൻ 2-3 പ്രാവശ്യം ഇടിച്ചോട്ടെ. മതി ഇന്നത്തേക്കുള്ള. ഉച്ചയ്ക്ക് മഞ്ഞക്കപ്പ വേണ്ടാത്തവർ വരും. വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് വെള്ളക്കപ്പ ഉണ്ട് അവർക്ക് മഞ്ഞക്കപ്പ വേണ്ടെങ്കിൽ വെള്ളക്കപ്പയുണ്ട്. സാധാ ഉണച്ചത്, അരപ്പിടാത്തത്. നമ്മുടെ മീൻ തിളച്ചോണ്ടേയിരിക്കുകയാണല്ലോ. മീൻ തിളച്ചിട്ടുണ്ട്. ഇല്ല മീനിട്ടില്ല. ഇനി ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട്, കറിവേപ്പില നേരത്തെ ചതച്ചു വെച്ചിരുന്നത് കറിവേപ്പില ഇട്ടു. നമ്മുടെ അരപ്പ് ശകലം മഞ്ഞപ്പൊടിയല്ലേ, ലേശം മഞ്ഞപ്പൊടി ഇത് നന്നായിട്ട് ഇടിക്കുക. എല്ലാ സാധനം അരപ്പേനെ അരച്ചുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അരപ്പ് മാത്രമേ ഉള്ളൂ, അരച്ചിട്ടേ ചെയ്യുള്ളൂ. അല്ല ഇതിപ്പോ എന്തിനു വേണ്ടിയിട്ടേക്കാ? അതെ, ഇത് ഇഡ്ഡലി ദോശക്കുള്ള വൈകുന്നേരത്തെ ദോശക്കുള്ള. നമ്മുടെ കപ്പ ആയിട്ടുണ്ട്. അപ്പോൾ പാത്രത്തോട്ട് കോരുക. ഓക്കെ, അപ്പോൾ കപ്പ ഇതിനടുത്ത് പതുക്കെ മാറ്റാണ്. മാങ്ങ അവിടെ വയ്ക്കുകയാണ്. കാരണം അവിടെ പാഴ്സൽ ചെയ്യുന്നുണ്ട് ചോറ് പാഴ്സൽ വയ്ക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. ആയോ? നമ്മുടെ മീൻ കറിയുടെ മീൻ വറക്കാൻ വേണ്ടി ചട്ടിയും വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ആക്കിയേക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞതിന് മുമ്പ് തന്നെ എണ്ണ ചൂടായപ്പോൾ പെട്ടെന്നൊരു സെറ്റ് ഇട്ടു ചൂര പെട്ടെന്ന് ഇട്ടു. ഇത് ചീൻചട്ടി ഇരുമ്പിന്റെ അല്ലേ? വേറെ ആ ചട്ടിയല്ല, ആ ചട്ടി ഉപയോഗിക്കില്ല. അതുപോലെ കുറേശ്ശെ എണ്ണ ഒഴിച്ചുള്ള പരിപാടിയാണ് ഇത്. കുറച്ച് ഒഴിക്കും, അതിനകത്തിട്ട് വറുക്കും. അത് മാത്രം, അതിനു വേണ്ടിയുള്ള മീൻ മാത്രം, മൊത്തത്തിൽ ഇടില്ല. ശരിക്കും വറുത്ത് അങ്ങ് ആവണം, ഉള്ളു വേവണം, നിന്ന് ചട്ടിയിൽ നിന്ന് വേവണം. നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരുന്ന ആ ഒരു ബീഫാ ഇത് മൂത്ത് വരുന്നതിന്റെ മണമാണ്. അതെ, നല്ല മണം വരും. നല്ല മണമുണ്ട്. വേറെ എന്തോ കൂടി അടുപ്പിക്കണം. അത് വേറെ ചിക്കൻ. അതെ, ചിക്കൻ്റെ മണവും കൂടി വന്നു. ചിക്കൻ പെരട്ടിന്റെ മണവും കൂടി വന്നു. അതാണ് ഇതിനകത്ത് ഇപ്പം ഉണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് കയറി എനിക്ക് വേറെ എന്തോ ബീഫോ ചിക്കനോ കിടപ്പുണ്ട്. മീൻ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. കറക്റ്റ് ആയി. നമ്മൾ അരച്ച മുളകാകുമ്പോഴത്തേക്ക് പൊടി നല്ല മുരുവിലായി കിട്ടും. കിട്ടുമല്ലേ? പൊടി കിട്ടും. ഇവിടെ പൊടിക്കാണ് അടി. ഇവിടെ മീനിന് നമ്മൾ അരച്ചൊക്കെ ചേർക്കുകയാണെങ്കിൽ എപ്പോഴും പൊടി കൂടുതൽ കിട്ടും. ആ പൊടിക്കടിയാന്നാ പറയുന്നത്. അതെ. അപ്പം മീൻ ഇടാൻ പോവാണ്. തിള വന്നിട്ടുണ്ട്. ഇവിടെ ചൂരമീൻ ഇടാണ്. ഇവിടെ മീൻ വരാറായോ? നമ്മൾ ഇട്ട മീൻ കോരാറായിട്ടുണ്ട്. ആ മീൻ കറിയിൽ മീനിട്ടു. ഇനി അതൊന്ന് തിളയ്ക്കണം അല്ലേ? നല്ലോണം തിളയ്ക്കണം. നല്ല രീതിയിൽ തിളച്ച ആ മസാലയും അരപ്പൊക്കെ ആ മീനിലും കയറി പിടിച്ച് മീനൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് വെച്ചിട്ടുണ്ട്. ആ മീൻ കോരുവാണ്. ശരിയാട്ടോ, ആ പൊടി നമുക്ക് കാണാം. ശരിക്കും പൊടി കാണാം. അടിയല്ലേ? പൊടിക്കാനടി. അപ്പം അടുത്ത മീനിടാൻ പോവാണ്. ഒന്നിളക്കും അല്ലേ? ആ പൊടിയൊക്കെ ഒന്ന് മൊത്തത്തിലാവാൻ വേണ്ടി ഒന്ന് ഇളക്കുന്നുണ്ട്. ഇവിടെ തിള ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുമിളകളായി പൊക്കത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉലുവ പൊടി ഉലുവായിട്ടുണ്ട്. നമ്മളെ കപ്പയായി, മീൻ വറുത്തായി. ഇനി ഇതും കൂടെ ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോവുക, കഴിക്കുക. അപ്പോൾ നമ്മുടെ മീനടുത്ത് ഇങ്ങനെ കോരാറായി. വാങ്ങുള്ളൂ, തിളച്ചത് ആയി. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് വെക്കും. അപ്പോൾ നമ്മുടെ മീൻകറിയും ആയിട്ടുണ്ട്. ഇതിപ്പോൾ തിളപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞേ വാങ്ങിക്കുള്ളൂ. അവിടെ ഇരുന്നൊന്ന് സെറ്റ് ആവണം. അപ്പോൾ അവിടെ ഇരുന്നൊന്ന് സെറ്റാവും. നമ്മുടെ എല്ലാം ആയിട്ടുണ്ട്. മീൻ വറുത്തതായി, മീൻ കറിയായി, കപ്പയായി. ചേച്ചി, ഞാൻ അങ്ങ് മുമ്പിലേക്ക് പോയിരിക്കുക. താങ്ക് യു, നന്ദി. നമുക്കൊരു ഫ്രണ്ടിൽ പോയി കഴിക്കാം. അപ്പോൾ എനിക്ക് എല്ലാം ഇട്ടു. നമ്മളെ കപ്പ, മീൻകറി. മുളകച്ചാറ്. നമ്മുടെ മുളകച്ചാറ്
ചുട്ടുമുളക്. ചുട്ടല്ലേ? ഇതാ. മുളക് ചുട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത് അരച്ച് റെഡിയാക്കുന്നതാണ്, അരച്ചെടുക്കുന്നതാണ്, ചുട്ട മുളകല്ല. അതിൽ ഉള്ളി ഇട്ട് കടുവറുത്ത്. ഇത് ഇങ്ങനെ എടുത്ത പിന്നെ ചുട്ടല്ലാണ്ട് മനസ്സിലാവും. രണ്ട് പൊടി കൂടായപ്പോഴത്തെ ബീഫ്, കുറച്ച് ബീഫ് പൊടിക്ക് ടേസ്റ്റ് അറിയാം. കപ്പ ചുമ്മാ കഴിക്കാനും ടേസ്റ്റാണ്. മാങ്ങയുടെ പുളി മാത്രമേ ഉള്ളൂ. അപ്പൊ ചേട്ടാ അല്ല, മാങ്ങാപ്പൊടി എല്ലാം ചെയ്യുന്ന ഉലുവ. മാങ്ങാപ്പുളി അതങ്ങ്. പിന്നെ ഇങ്ങനെ ആൾക്കാർ വരാതിരിക്കുന്ന എത്ര വർഷമായിട്ടും കേട്ടോ. ഈ പൊടിക്ക് വേണ്ടി അരി ഉണ്ടാക്കും. ഞാനാരും ഉണ്ടാക്കി പോകും. പൊടിക്കുന്ന ആള്. ഇനി നമ്മൾ ഇത് കൂടാണ്ട് വേറെ ഏതെങ്കിലും തുടങ്ങാൻ ഇല്ല, എനിക്ക് ഒന്ന് മതി. ഉള്ളത് നന്നായിട്ട് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. നമ്മൾ കപ്പലപ്പം വേറെ എന്തൊക്കെ കൊടുക്കണം ഉച്ചക്ക്? അത് ഉച്ചയ്ക്ക് ഊണ് കപ്പ മീൻ, പിന്നെ ചിക്കൻ ഏതാണെന്ന് ചോറിന് കൊടുക്കും. ഇനിയിപ്പോൾ വാള മീനൊക്കെ വരാനുണ്ട്, വാള അയലേക്ക് വരാനുണ്ട് മീനെ. എനിക്ക് അവിടെ നിന്നിട്ട് നമ്മുടെ ചിക്കൻ വരട്ടിൻ്റെ മണം. അയ്യോ, ഒരു പീസ് കിട്ടാം. വേണ്ട വേണ്ട, കുറേ കഴിച്ചാൽ എല്ലാത്തിൻ്റെയും കൂടെ അറിയാമോ? സമയത്തല്ലേ ഞാൻ പോണവരെ. എന്തായാലും കറക്റ്റ് സ്ഥലവും നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. മഞ്ചൂർ വഴി അത് ഉപ്പനാട് പാലം കയറിയിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പാസ്പോർട്ട് ഇറങ്ങുന്ന വഴിക്ക് അമ്മങ്കോലുണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോഴത്തേക്ക് പുന്നൂർ റോഡാണ്. ആ റോഡിൽ തന്നെയാണ് ദേവി റെസ്റ്റോറൻറ്റ്. നല്ല കപ്പ, മീൻകറി, മീൻ വറുത്തത്, ആ മണം കൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റായ ചിക്കൻ വരട്ട്, ബീഫ് കറി എല്ലാം നല്ല ഫ്രഷായിട്ട് സൂപ്പർ ടേസ്റ്റിൽ ഇങ്ങനെ ജാങ്. അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ട്. ഇതെല്ലാം തന്നതിന് ഇതൊക്കെ കഴിച്ച് മൊത്തം തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ക്രൗഡില്ലാത്ത വേറെ ആക്കി 12 മണിയാവാൻ കുറച്ചുകൂടി സമയം ബാക്കിയുണ്ട്. അപ്പോഴിവിടെ ആൾക്കാർക്ക് ഇല്ലാവുള്ളൂ. പിന്നെ എനിക്ക് ഇരിക്കാൻ പോയിട്ട് നമ്മൾ നിന്ന് തൊട്ട് വെക്കാൻ പോലും സമയം ഉണ്ടാവില്ല, സ്ഥലവും ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് നമുക്ക് വേഗം സ്റ്റെപ്പ് ആവാം. എന്തായാലും താങ്ക് യു. നമുക്കിനി എടുത്ത് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ നാടൻ സിമ്പിളി നാടൻ. ടാറ്റ.